സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ യേശുവേ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിലേക്കും ഈശോ കടന്നു വരുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷമാണ് ഈ ആരാധന. ഈശോയുടെ തിരുസന്നിധിയിൽ ഈ കരുണയുടെ മണിക്കൂറിൽ പ്രിയമുള്ളവരെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളോടുകൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും നിയന്താവും കർത്താവും ഈശോയാണെന്ന ബോധ്യത്തോടു കൂടി അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഏൽപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത എല്ലാ പീഡാസഹനങ്ങളെയും കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങളെയെല്ലാം നമ്മൾ ധ്യാനിച്ചു. ഉദ്ധാനത്തിൻ്റെ മഹിമയിൽ ഈ ആഴ്ച നമ്മളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു ചോദ്യം ഉയരട്ടെ: ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തത് എത്രയോ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നിട്ടും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒട്ടും പിന്മാറുന്നില്ല. അവിടത്തേക്ക് എന്നോടുള്ള സ്നേഹത്തിൽ യാതൊരു കുറവുമില്ല. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നു. എൻ്റെ വീഴ്ചകളെയും പരാജയങ്ങളെയും എൻ്റെ എല്ലാ പാപപ്രലോഭനങ്ങളെയും കുറിച്ച് അറിയുന്ന കർത്താവ് എന്നെ ഇത്രയേറെ സ്നേഹിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് കരുണയുടെ നൊവേനയുടെ 5-ാം ദിവസമാണ്. ഇത് നമ്മൾ പ്രത്യേകമായിട്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കർത്താവിനെ തള്ളിപ്പറഞ്ഞവർ, കർത്താവിനെ ഉപേക്ഷിച്ചവർ, വിശ്വാസം ഉപേക്ഷിച്ചു പോയവർ, ഇവരെല്ലാവരും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരികെ വരും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഇവർ മടങ്ങി വരുവാൻ വേണ്ടി പ്രത്യേകമായും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസം. കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം വിശ്വസ്തതയാണ്. നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്, വിശ്വസ്തതയാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ. എൻ്റെ ജീവിതം എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും, നമ്മുടെ ജീവിതങ്ങൾ എത്രയധികം ആപത്തുകളിൽ ആടി ഉലയുമ്പോഴുമൊക്കെ കർത്താവ് എന്നിൽ നിന്ന് നോക്കുന്നൊരു കാര്യം വിശ്വസ്തതയാണ്. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമോ? ഞാൻ ദൈവത്തോട് കൂടെ നിൽക്കുമോ? അതോ ദൈവത്തെ ഉപേക്ഷിച്ച് ഞാനും വിട്ടിട്ട് ഓടിപ്പോകുമോ? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച ദിവസങ്ങളിലും നിമിഷങ്ങളിലും നമ്മൾ അറിഞ്ഞു, കർത്താവിൻ്റെ പീഡാസഹന വേളകളിൽ പലരും കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോയി. യൂദാസിനെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ സൗകര്യത്തിനു വേണ്ടി, തൻ്റെ ലാഭത്തിനു വേണ്ടി തൻ്റേതായ തീരുമാനങ്ങളിൽ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്. കർത്താവിനെ എനിക്ക് വേണ്ട എന്നതാണല്ലോ ആ തീരുമാനത്തിൻ്റെ അർത്ഥം. കർത്താവിനേക്കാൾ വലുതായി ധനത്തെ സ്നേഹിച്ചൊരു വ്യക്തി, ദൈവം തനിക്ക് വാഗ്ദാനം ചെയ്തതിനേക്കാൾ ഉപരി താൻ നേടിയെടുക്കുന്നതിന് വിലയുണ്ട് എന്ന് ചിന്തിച്ചൊരു വ്യക്തിയായിരുന്നു യൂദാസ്. പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരിയേറെ വീരവാദങ്ങൾ മുഴക്കിയിട്ടും ഉള്ളിനുള്ളിൽ ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിരുന്നിട്ടും സമയമായപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കർത്താവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. ഒരു വേലക്കാരിയുടെ ചോദ്യത്തിന് മുൻപിൽ പോലും നട്ടലോടെ നിവർന്നു നിന്ന് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ധൈര്യമില്ലാതെ പോയൊരു വ്യക്തിയാണ് പത്രോസ്. മറ്റ് ശിഷ്യന്മാരൊക്കെ കർത്താവിനെ തോട്ടത്തിൽ വെച്ച് അവർ പിടികൂടിയപ്പോൾ അവർ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ പലരും പ്രിയമുള്ളവരെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പല ഇടങ്ങളിൽ പല വേളകളിൽ കർത്താവിനെ തള്ളി പറയുന്നുണ്ട്. ഓശാന പാടി എതിരേറ്റവരൊക്കെ സമയമായപ്പോൾ കർത്താവിനെ ക്രൂശിക്കുവാൻ കിടന്ന് പറയുക.
നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, എത്രമാത്രം വിശ്വസ്തയോടെയാണ് ഞാൻ ദൈവസന്നിധിയിൽ പെരുമാറുന്നത്? കർത്താവിനെ ആവശ്യ നേരങ്ങളിൽ മാത്രം വിളിച്ചിട്ട് എൻ്റെ സൗകര്യത്തിൻ്റെയും സുഖത്തിൻ്റെയും എൻ്റെ ലാഭത്തിൻ്റെയും ഒക്കെ നേരങ്ങളിൽ ഞാനും കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, കർത്താവ് തന്നെ തള്ളിപ്പറയുന്നവരെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നതായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ല. അവരെല്ലാവരും തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ആടിനെയും നഷ്ടപ്പെട്ട നാണയത്തെയും അന്വേഷിക്കുന്ന ഉപമയിലും മടങ്ങി വരുന്ന ധൂർത്തപുത്രനെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന പിതാവിൻ്റെ കഥയിലുമൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നൊരു സ്നേഹത്തിൻ്റെ കഥയതാണ്. അതിനേക്കാളൊക്കെ മനോഹരമായിട്ട് തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് കർത്താവ് തിരിച്ച് പത്രോസിൻ്റെ കണ്ണിൽ നോക്കി ചോദിക്കുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശിമിയോൻ എന്ന പേര് മാറ്റി പത്രോസ് എന്ന് വിളിച്ചത്, കേപ്പ എന്ന് വിളിച്ചത് കർത്താവ് തന്നെയാണ്. പക്ഷെ വീണ്ടും കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് തൻ്റെ പഴയ അവസ്ഥയിലോട്ട് വീണു പോയപ്പോൾ അതേ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവ് ചോദിക്കുക, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ അതേ നാവ് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവ് എന്ന് 3 പ്രാവശ്യം കർത്താവ് ചോദിച്ചു. ശിമിയോൻ 3 പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവനെ തിരികെ വിളിച്ചു, തിരികെ എടുത്തു, ചേർത്ത് നിർത്തി. പ്രിയമുള്ളവരെ, പക്ഷെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഞാൻ കർത്താവിനെ മറന്നിട്ടുണ്ടാവാം, കർത്താവിൽ നിന്ന് അകന്നിട്ടുണ്ടാവാം, പാപത്തിൽ വീണ് കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടാവാം, ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി ഞാൻ കർത്താവിനെ ഞാൻ മറന്നു കളഞ്ഞിട്ടുണ്ടാവാം. എന്തുമായിക്കൊള്ളട്ടെ, പത്രോസിനെ പോലെ ഈശോയുടെ തിരുസന്നിധിയിൽ ആരാധനയുടെ നിമിഷമായിരിക്കുമ്പോൾ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളിലെ എല്ലാം തിരിച്ചു വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റണം, ഈശോയെ, ഞാൻ ഇതിനേക്കാളും അവരെക്കാളും എന്തിനേക്കാളും ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാറ്റിലും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ എന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പറയാൻ നമുക്ക് പറ്റട്ടെ. ഒരു നിമിഷം നമ്മളെയും നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ, പ്രത്യേകിച്ചും വിശ്വാസം ഉപേക്ഷിച്ചവർ, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയവർ, പള്ളിയിൽ പോകാത്തവർ, പ്രാർത്ഥിക്കാത്തവർ, കുദാശകൾ സ്വീകരിക്കാത്തവർ, സഭയുമായിട്ട് അകൽച്ചയിലും ഈർഷ്യയിലുമൊക്കെ കഴിയുന്നവർ തുടങ്ങിയവരാരെങ്കിലുമൊക്കെ നമുക്കറിയാമെങ്കിൽ അവരെയും പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ച് ശിരസ് നമിച്ച് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും